ഹായ് ഗായ്സ്, 5-6 മാസമായി ജർമ്മൻസിനെ പിന്തുടർന്ന് നടത്തിയ പഠനത്തിൽ നിന്നും ചീന്തിയെടുത്ത ചില വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഫാക്ട്സ് അബൌട്ട് ജർമ്മൻസ്. അപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. പൊതുവെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഇംഗ്ലീഷിൽ കമ എന്നൊരക്ഷരം അവർ പറയില്ല. മാതൃഭാഷയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ മംഗ്ലീഷ് സംസാരിക്കുന്ന മലയാളികളെ കടത്തിവെട്ടുന്നവരാണ് ജർമ്മൻസ്. ജർമ്മൻസിന് പൊതുവെ സ്ത്രീകളെ വലിയ ബഹുമാനമാണ്. ഉദാഹരണത്തിന് നമ്മൾ വളരെ ബാക്കിലാണ് വരുന്നതെങ്കിലും അവർ നമുക്ക് വേണ്ടിയിട്ട് ഡോറ് ഓപ്പൺ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ വന്നതിന് ശേഷം നമ്മളെ ആദ്യം കടത്തി വിട്ടതിന് ശേഷം മാത്രമേ അവർ പിന്നെ പോകത്തുള്ളൂ. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലോ? താഴെ നിങ്ങൾ കമന്റ് ചെയ്യണേ. പൊതുവായ സ്ഥലങ്ങളിൽ ഒച്ച വെച്ച് സംസാരിക്കുക, ആർത്തട്ടഹസിക്കുക, മൊബൈൽ ഫോണിൽ വളരെ ഒച്ചത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ വളരെ ലോങ് ആയിട്ട് ഹോൺ അടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൊതുവെ ജർമ്മൻസിന് തീരെ ഇഷ്ടമല്ല. ബേസിക്കലി ദേ ലവ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ജർമ്മനിയിൽ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ സൗണ്ട് പാടില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്പീക്കറിൽ പാട്ട് കേൾക്കാനോ വാക്വം ക്ലീനർ യൂസ് ചെയ്യാനോ മിക്സി ഉപയോഗിക്കാനോ എന്തിന് ബാത്റൂമിൽ ലോങ് ഫ്ലഷ് അടിക്കാൻ പോലും പറ്റില്ല. ഞായറാഴ്ച ദിവസം രാത്രി അടുത്ത ദിവസത്തേക്കുള്ള പയറും കടലയും ഒക്കെ പ്രഷർ കുക്കറിൽ വെച്ച് വിസിലടിക്കാൻ കാത്തിരിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തടി കേടാകാതെ രക്ഷപ്പെടാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അതായത് ജർമ്മനിയിലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ന്യൂഡായിട്ട് പോകാൻ പറ്റും. ന്യൂഡായിട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ തന്നെ അവിടെ നമുക്ക് പോകാൻ പറ്റും. അതായത് ചില സ്വിമ്മിങ് ഏരിയാസ് ഉണ്ട്, ചില പുഴകളുണ്ട്, കുളങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് അവിടുത്തെ റൂൾ അനുസരിച്ച് നമുക്ക് ന്യൂഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്വിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ, നമുക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവരുടെ റൂളിന്റെ വയലേഷനാണ്. സോ നമ്മൾ പെനാൽറ്റി ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം ഈ കാര്യം കേട്ട് ജർമ്മനിയിലേക്ക് ആരും പുറപ്പെട്ടു വരരുത് പ്ലീസ്. ജർമ്മൻസ് വെള്ളത്തിനെക്കാട്ടിലും കൂടുതൽ ഉപയോഗിക്കുന്നതും ഏറ്റവും ചീപ്പറായിട്ട് ഇവിടെ കിട്ടുന്നതുമായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ബിയർ എന്ന് പറയുന്നത്. അപ്പം ഇത് രാവിലെയോ ഉച്ചയ്ക്കോ എന്ന് വേണ്ട ഏതൊരു സമയത്തും നോർമലി കുടിക്കാൻ പറ്റുന്ന സർവ്വസാധാരണമായിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിട്ടാണ് ബിയറിനെ ഇവിടുത്തുകാർ കാണുന്നത്. പബ്ലിക് ടോയ്ലറ്റുകൾ ഇവിടെ വളരെ കുറവാണ്. ഇനി പബ്ലിക് ടോയ്ലറ്റുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിന് പേ ചെയ്താൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ജർമ്മൻസിന് ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാന്ന് വെക്കാം. ആ സമയത്ത് തന്നെ അവരത് പൊളിച്ചു നോക്കും. അതിലെന്തൊക്കെയുണ്ട്, എന്താണ് അവർക്ക് വേണ്ടി നമ്മൾ വാങ്ങിയേക്കുന്നത് എന്നൊക്കെ നോക്കാനായിട്ട് അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. ഇതെങ്ങാനും നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ പെട്ടുപോകും ഗൈസ്. ജർമ്മൻസിന്റെ സൺഡേസ് എന്ന് പറയുന്നത് അവരുടെ റെസ്റ്റിംഗ് ഡേ ആണ്. സോ അന്നത്തെ ദിവസം യാതൊരു വിധത്തിലുള്ള ലൗഡ്നെസ്സോ അല്ലെങ്കിൽ നോയിസോ പാടില്ല. ജർമ്മൻസ് കൂടുതലും വളരെ പൊളൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവര് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊന്നും നമുക്കധികം വേഗം കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എപ്പോഴും ഒരു ചിരിയോടെ ആയിരിക്കും അവർ നമ്മളോട് സംസാരിക്കുക. ജർമ്മൻസുകാര് വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അനാവശ്യമായിട്ടുള്ള സംഭാഷണങ്ങളോ കള്ളങ്ങളോ ഒന്നും പൊതുവെ അവർ പറയാൻ താല്പര്യപ്പെടില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ എൻഗേജ്ഡ് ആണോ, നിങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ, ബോയ് ഫ്രണ്ട് ഉണ്ടോ, അങ്ങനെയുള്ള തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിച്ചാൽ പോലും വളരെ സത്യസന്ധമായിട്ടുള്ള ഉത്തരം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലുള്ള സദാചാര ഗുണ്ടായിസം ഒന്നും ഇവിടില്ല. വർക്കിന് ശേഷമുള്ള ഈവനിങ്ങിനെ ഇവര് ഫയർ ആബൻഡ് എന്നാണ് വിളിക്കുന്നത്. ഈ സമയം യാതൊരു വിധത്തിലുള്ള ഓവർ ടൈം വർക്കുകളോ അല്ലെങ്കിൽ ഓഫീസ് വർക്കുകളോ ഇവർ ചെയ്യില്ല. ഏറ്റവും റെസ്റ്റ്ഫുൾ ആയിട്ടും പീസ്ഫുൾ ആയിട്ടും ചെലവഴിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് വർക്ക് ലൈഫ് ബാലൻസ് വളരെ കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ജർമ്മനി.
ജർമ്മനിയിൽ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഓരോ തരത്തിലുള്ള വേസ്റ്റുകൾക്കും ഓരോ തരത്തിലുള്ള ബാസ്ക്കറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് തെറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. നമുക്ക് ഒരുപാട് ഫൈൻ ഒക്കെ അടയ്ക്കേണ്ടി വരും. വാരി വലിച്ചുള്ള തീറ്റ പൊതുവെ അവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഭക്ഷണവും കഴിക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയം. പിന്നെ ടേബിൾ മാനേഴ്സിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാണ് ഇവർ. വളരെ നല്ല നിലവാരമാണ് ഇവര് ടേബിൾ മാനേഴ്സിന്റെ കാര്യത്തിൽ പുലർത്തുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ബാത്റൂമിൽ കപ്പും ബക്കറ്റും പ്രതീക്ഷിച്ച് ജർമ്മനിയിലേക്ക് ആരും വരണ്ട കേട്ടോ. ടിഷ്യൂ പേപ്പർ മുഖ്യം ബിഗില്. എല്ലാ മേഖലകളിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലും പേപ്പർ വർക്കുകൾ ഒരുപാട് എൻകറേജ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് ജർമ്മൻസ്. ഒഫീഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പോസ്റ്റലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജർമ്മൻസിനെ പറ്റിയുള്ള എൻ്റെ ആഗമന നിഗമനം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്റ്റേ ട്യൂൺ വിത്ത് മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. ഡാങ്കേ ഷോൺ.